മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഗുണകാംക്ഷയുള്ളത് ആർക്കാ? ഗുണകാംക്ഷ ഏറ്റവും കൂടുതൽ മനുഷ്യനോടുള്ളത് സൃഷ്ടാവായ, പരിപാലകനായ, റബ്ബായ, കാരുണ്യക്കടലായ അള്ളാഹുവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഹാഖയിൽ ഏറ്റവും അവസാനം ദുർമാർഗികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും മുന്നറിയിപ്പുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാക്കുകളിലൂടെ ഉത്ബോധിപ്പിക്കുന്നത്. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ തൻസീലൻ മിർ റബ്ബിൽ ആലമീൻ. അങ്ങനെയല്ല, തീർച്ചയായും നിങ്ങൾ കാണുന്ന വസ്തുക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, നിങ്ങൾ കാണാത്ത വസ്തുക്കളെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് സത്യവാനായ, ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ സംസാരിക്കുന്ന ഒരു പ്രവാചകന്റെ വചനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം പ്രവാചകൻ പറയുന്നതാണ് എന്ന് പറയുന്നു. വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു കവിയുടെ കവിതാ ശകലങ്ങളല്ല, കവിതകളല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ പ്രവചനമൊന്നുമല്ല. ഖലീലൻ മാ തദക്കറൂൻ, കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. തൻസീലൻ മിൻ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഒരു സത്യമാണ് എന്ന് പറയുന്നു. ഈ നരകത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉപദേശിക്കുകയാണ്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവിശ്വാസികളായിട്ടുള്ള ആളുകളാണെങ്കിലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിശ്വാസത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും, ധിക്കാരികളായിട്ടുള്ള ആളുകൾ ധിക്കാരത്തിൽ തന്നെ തുടരാതിരിക്കാൻ വേണ്ടിയിട്ടും, വളരെ വിനയാന്വിതരായിട്ട് നിൽക്കുന്ന ആളുകൾ ആ വിനയാന്വിതരായിട്ട് തന്നെ തുടരുകയും ഒരിക്കലും ധിക്കാരത്തിലേക്ക് പോവാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയൊക്കെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇത്തരം ഉപദേശങ്ങൾ സൂറത്തുൽ ഹാഖയെ മുൻനിർത്തി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.